വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. പതിറ്റാണ്ടുകളോളം സിനിമാ രംഗത്ത് തുടർന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് എല്ലാ ബഹുമതികളും കൂടിയാണ് കേരളം അന്തിമോപചാരം അർപ്പിച്ചത്. എന്നാൽ സംസ്കാര ചടങ്ങിൽ മകൾ ബിന്ദു ഇല്ലാത്തത് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. അമേരിക്കയിലാണ് ബിന്ദുവും കുടുംബവും കഴിയുന്നത്. ബിന്ദുവും അമ്മ കവിയൂർ പൊന്നമ്മയും തമ്മിൽ അകൽച്ചയിലാണെന്നും അഭിമുഖമുണ്ടായി. മുമ്പൊരിക്കൽ ഇക്കാര്യം കവിയൂർ പൊന്നമ്മ ഒരു ഷോയിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ പ്രചരിക്കുന്ന അഭിമുഖങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് കവിയൂർ പൊന്നമ്മയുടെ കുടുംബം. അമ്മയും മകളും തമ്മിൽ അകൽച്ചയിലെന്ന് കവിയൂർ പൊന്നമ്മയുടെ സഹോദരൻ ഗണേശൻ പറയുന്നു. ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. ബിന്ദു US-ലാണ്. 1.5 മാസം കൂടെ ഉണ്ടായിരുന്നു. വീണ്ടും വന്ന 5 ദിവസം നിന്ന് തിരിച്ചു പോകുന്നതിന്റെ 2ന്റെ അന്നാണ് മരണം. വലിയ റിസ്ക് എടുത്താണ് 1.5 മാസം നിൽക്കുന്നത്. എപ്പോഴും വന്നു നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്താണ് കൊച്ചു പോയത്. അവൾക്കവിടെ മകനുണ്ട്. അവനെ അവിടെ ഒറ്റയ്ക്കിട്ടിട്ടാണ് വരുന്നത്. മകൾക്ക് ദൂരസ്ഥലത്താണ് ജോലി. ബിന്ദു അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫസറാണ്. അവിടുത്തെ പത്രത്തിൽ എഴുത്തും അതിലെ റോയൽറ്റി വക നല്ല ഇൻകവും ഉണ്ട്. ഓടി വരാൻ പറ്റില്ല. ആ സാഹചര്യത്തിലാണ് വീണ്ടും 5 ദിവസം ലീവാക്കി ഇവിടെ വന്നത്. തിരിച്ചു പോയ ശേഷം മരിച്ചു. വീണ്ടും ലീവ് എടുത്ത് വരാൻ പറ്റില്ലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം തെറ്റായ വാർത്തകളാണ് വരുന്നത്. ബിന്ദു നോക്കിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് കുടുംബം പറയുന്നു. അമ്മ തനിക്ക് മുലപ്പാൽ പോലും തന്നില്ലെന്ന ബിന്ദുവിന്റെ വാദം തെറ്റാണെന്നും അമ്മാവൻ പറയുന്നു. അവൾ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ കൂടെയുണ്ട്. ഒരു മകൾക്ക് കൊടുക്കാവുന്ന എല്ലാ സ്നേഹങ്ങളും കൊടുത്താണ് വളർത്തിയത്. സ്നേഹം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. അവൾക്ക് ഷൂട്ടിങ്ങിന് പോകണമായിരുന്നു. ഭയങ്കര തിരക്കുള്ള നടിയായിരുന്നു. ബിന്ദുവിനെ നോക്കാൻ വേണ്ടി ചേച്ചിയുടെ അനിയത്തി പോയി നിന്നിട്ടുണ്ട്. ബിന്ദു അമ്മ എന്ന് വിളിച്ചത് അവരെയാണ്, പൊന്നമ്മ ചേച്ചിയല്ല. 4 വയസ്സ് വരെ സഹോദരിയാണ് നോക്കിയത്. കല്യാണാലോചന വന്നപ്പോൾ അവർ തിരിച്ചു വന്നു. അതോടെ ബിന്ദു കരച്ചിൽ തുടങ്ങി. അമ്മ എവിടെയെന്ന് ചോദിച്ചു. അതുവരെ അമ്മയായി ഇവരെ കരുതിയിരിക്കുകയായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു. മരുമകനെ ഇന്ത്യയിൽ ക്ലാസ് എടുക്കാൻ വരണമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടെ വന്ന് കണ്ടിട്ടുണ്ട്. ബിന്ദു 1 കോടി രൂപയോളം അമ്മയ്ക്ക് വേണ്ടി ചെലവാക്കി. ഇന്ത്യയെക്കുറിച്ച് ആരും പറയുന്നില്ലല്ലോ എന്നും കുടുംബം ചോദിക്കുന്നു. മരണത്തിന് പിന്നാലെ ഒത്തിരി തെറ്റായ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാനാവില്ലെന്നും കുടുംബം പറയുന്നു. കുടുംബത്തിനായി നന്നേ ചെറുപ്പത്തിൽ തന്നെ കവിയൂർ പൊന്നമ്മ അഭിനയത്തിലേക്ക് ഇറങ്ങിയിരുന്നു. വീട്ടിലെ ആവശ്യങ്ങളും ആവശ്യക്കാരും കൂടിയതോടെ സിനിമാ സെറ്റുകളിലേക്കുള്ള പൊന്നമ്മയുടെ ഓട്ടവും കൂടി. അതുകൊണ്ട് ഏക മകളായ ബിന്ദുവിനെ പൊന്നമ്മയ്ക്ക് അധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അഭിനയമാണ് ആദ്യ പ്രയോറിറ്റി എന്നുള്ളത് കൊണ്ട് അമ്മ തനിക്ക് സ്നേഹം തന്നില്ലെന്നായിരുന്നു മകളുടെ പരാതി. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന സമയത്ത് വളരെയധികം സ്നേഹിച്ചിരുന്നുവെന്ന് ജോൺ ബ്രിട്ടാസിന്റെ JB ജംഗ്ഷൻ ഷോയിൽ പങ്കെടുത്തപ്പോൾ കവിയൂർ പൊന്നമ്മ പ്രതികരിക്കുകയായിരുന്നു. മകൾ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. എന്റെ 2ാമത്തെ നാത്തൂന്റെ മകനാണ് കല്യാണം കഴിച്ചത്. അവർക്ക് മകനും മകളുമുണ്ട്. സ്നേഹം കൊടുത്തില്ലെന്നാണ് മകളുടെ പരാതി. ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് വളരെയധികം സ്നേഹിച്ചിരുന്നു. എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോകണമായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ അറിയില്ലെന്ന് വെക്കാം. മുതിർന്നപ്പോഴെങ്കിലും മനസ്സിലാക്കാമല്ലോ. ഭയങ്കര ശാഠ്യമായിരുന്നു. ഉള്ള സമയത്ത് അതുപോലെ സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട്. ആ ശാഠ്യം ഇപ്പോഴുമുണ്ട്. ആ പരിഭവം മാറില്ല. ദുഃഖമില്ല. നോക്കാൻ എനിക്ക് ചിലപ്പോൾ പറ്റിയിട്ടില്ല. അവൾ പറഞ്ഞതിലും കാര്യമുണ്ടെന്നായിരുന്നു പൊന്നമ്മ പ്രതികരിച്ചത്.